വളരെ ചരിത്രപരമായ വിജയമാണ് UDF നേടിയിരിക്കുന്നത്. അപ്പം എന്ത് തോന്നുന്നു? 2 വർഷം 2 ടേമിലെ പിണറായി ഭരണത്തിന് ജനം കൊടുത്ത മറുപടിയാണോ ഇത്? മലയാളി അവന്റെ സംസ്കാരമാണ് പ്രകടിപ്പിക്കുക. മലയാളികളുടെ സംസ്കാരമാണ്. മലയാളി ആഗ്രഹിച്ചതാണ് ഈ ഭരണം മാറണമെന്ന്. രാഷ്ട്രീയത്തിനപ്പുറമായി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ UDF അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുക. അതാണ് ഇത്. കേരള പിറവിക്ക് ശേഷം ഇതുപോലെ ഒരു ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഇതുവരെ ഉണ്ടായി. ഗവൺമെന്റിനോട് അതിശക്തമായ വെറുപ്പും പ്രതിഷേധവും ആ പ്രതിഷേധത്തിന്റെയും വെറുപ്പിന്റെയും പ്രകടനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ധർമ്മടത്ത് പിന്നിൽ പോയിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ഇത് CPM-ന്റെ കണ്ണൂരിലടക്കം ഉള്ള മേഖലകളിൽ ഒരു തകർച്ച കൂടി സൂചിപ്പിക്കുന്നില്ലേ? അതാണ് തകർച്ചയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപരസഞ്ചാരമായി വഴിവിട്ടുപോയി. കാരണം ജനങ്ങൾക്ക് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജനങ്ങൾ കാണുന്ന കോൺഗ്രസ്, ഇതാണ് കഴിഞ്ഞ മാറി മാറി വന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനങ്ങൾക്ക്. ഇതിനെല്ലാം തെറ്റിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എങ്ങോട്ടോ പോയി. അത് ജനങ്ങൾ കൊടുത്ത ശിക്ഷയാണത്. ഇത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. കേരളത്തിലെ മലയാളികൾ, കേരളത്തിലെ ജനങ്ങൾ നൽകിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും പിണറായി വിജയനും കൊടുത്ത ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ചരിത്രപരമായ വിജയമാണ് ഇത് എന്നാണ് മുൻ DCC പ്രസിഡന്റ് കൂടിയായ ശ്രീ പാലോട് രവി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആഹ്ലാദ പ്രകടനം, സത്യം പറഞ്ഞാൽ ശബ്ദമൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒരു മണിക്കൂറായി ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ. എല്ലാവരും അത്യാഹ്ലാദത്തിലാണ്. ശ്രീ KC വേണുഗോപാൽ അടക്കം, ശ്രീ VD സതീശൻ അടക്കം പ്രമുഖരായ നേതാക്കൾ ഒക്കെ തന്നെ KPCC ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ആഹ്ലാദത്തിമിർപ്പിലാണ്. അവർ മതിമറന്ന് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയൊരു മുന്നേറ്റം, ചരിത്രപരമായ ഒരു മുന്നേറ്റമാണ് UDF നടത്തിയിരിക്കുന്നത്, കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. എക്സിറ്റ് പോളുകളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട്, എക്സിറ്റ് പോളുകളുടെ എണ്ണങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടുള്ള സീറ്റുകളിലേക്ക്, 100 കടന്നുള്ള സീറ്റുകളിലേക്ക് UDF എത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പുതിയ ഭരണമാറ്റം വന്നിരിക്കുന്നു. പുതിയ ഭരണം, കേരളത്തിൽ പുതിയ ഭരണം വരുന്നു. ഇനിയിപ്പോൾ പുതിയ മന്ത്രിസഭ വരുന്നു. എല്ലാം മാറ്റത്തിന്റെ വലിയ കാറ്റാണ് കേരളത്തിൽ ആകെ വീശിക്കൊണ്ടിരിക്കുന്നത്. UDF-ന് അനുകൂലമായ വലിയ മാറ്റത്തിന്റെ കാറ്റ്. ക്യാമറമാൻ വിപിനൊപ്പം സുദർശൻ, കർമാൻ.